ഇത്രയും വലിയൊരു ദ്രോഹം എന്റെ മോൻ എങ്ങനെ ചെയ്യാൻ സാധിച്ചു? വേണ്ട, ഒരുപാട് വാക്കുകൾ ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കേണ്ടി വരും. വൃത്തികേടില്ലാത്ത രീതിയിൽ നീ ചെയ്ത വൃത്തികേട് എന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. നിനക്കതിനുള്ള മാനസികാവസ്ഥ ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പക്ഷത്തിപ്പിക്കാം, മാപ്പ് ചോദിക്കാം, നിഷേധിക്കാം. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതൊന്നും പരിഹാരമല്ല. ഞാൻ എന്ത് വേണമെന്നായി പറയുന്നത്? ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ഈ ഒരു ചോദ്യം മാത്രമേ നിനക്ക് ചോദിക്കാനാവൂ. ആഘാതങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ടാവാം സ്വല്പം വിവേചനാബുദ്ധിയോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നത്. പക്ഷെ ഒരു തീരുമാനമെടുക്കാനാവുന്നില്ല. നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? Now the ball is in our court. You may go. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. തിരുത്താൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഒരിക്കൽ തകർന്നത് ഒട്ടിച്ചേർത്ത് നിങ്ങളെല്ലാം കൂടാണ്. റീനെ അറിഞ്ഞാൽ ഒരു കുഞ്ഞിന് അച്ഛനുണ്ടാവുമ്പോൾ മറ്റഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും. ഏത് തുലാസിലാണ് ഭാരം കൂടുതലിടേണ്ടതെന്ന് പറയൂ. ഞാനത് ചെയ്യാം. എന്താ ആലോചിക്കുന്നത്? വെറുതെ. കഴിഞ്ഞൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നീന നല്ല പെണ്ണ. അവൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നതോ ഇല്ലയോ എന്നത് പോട്ടെ, ഒരിക്കൽ നീ മനസ്സോർന്ന് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ. ഇപ്പോഴും നിന്റെ മനസ്സിലെവിടെയോ അവൾക്കൊരു സ്ഥാനമില്ലേ? പറഞ്ഞു വരുന്ന മനസ്സിലായി. ഞാൻ അവളെ വിവാഹം ചെയ്യണം അല്ലേ? ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറയുമ്പോഴത്തെ ഒരു അട്രാക്ഷൻ ഇതിലുണ്ട്. അവളെ കെട്ടിയാൽ ഒരു കൊച്ചു ഫ്രീ അല്ലേ? ബേബി ചായനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനാണെങ്കിൽ സ്വീകരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. എങ്കിൽ സ്വീകരിക്കേ. നട്ടല് നിവൃത്തി എന്ന് പറ. നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്. ബോബി, എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം പണിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ ഇത്ര അധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ? വേണ്ട, പറഞ്ഞിടത്തോളം മതി. എവിടെ ഒന്നോ വലിഞ്ഞു കയറി ഒരു തെറിച്ചപ്പെടിന്റെ കള്ളക്കത്തോളം കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അവൾ വളരെ നല്ല പെണ്ണാണെന്ന്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പഴിപ്പിച്ചിട്ട് പുല്ലുപോലെ ഒരു ഉളുപ്പില്ല ജെന്റിൽമെൻ ചവഞ്ഞ് നടക്കുന്നത്. ബഹുമാനമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ട് ഒരു അടി കൊള്ളുന്നത് അന്തസ്സായിട്ട് കരുതിയനെ. ഇപ്പോഴതില്ല. ഞാൻ എങ്ങനാവും പ്രതികരിക്കുക എന്ന് എനിക്ക് അറിയില്ല. ബോബി, ഇനി ഇതും കൂടെ കാണാൻ ബാക്കിയുള്ളൂ. കുഞ്ഞിലെ പോലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചും പൊട്ടിച്ചിരിച്ച് നടക്കുന്ന കണ്ട് സന്തോഷം കൊണ്ട് എന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. പലതും സഹിച്ചു. ഇനി നിങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന കാണാൻ എനിക്ക് വയ്യ. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവമാടാ ചെയ്തേ? ബോബി, എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്. മാനവും മര്യാദയും പോകാവുന്നിടത്തോളം പോയി. ഇനി കുടുംബത്തിന് തകർച്ച ബാക്കിയുള്ളൂ. എന്റെ അധികാരമായിട്ടോ നിന്നെ വളർത്തിയതിന്റെ കൂലിയായിട്ടോ കരുതാം. നീ വേണ്ട ഡാഡി. ഡാഡി അത് പറയണ്ട. മനസ്സിലായി. എന്തൊക്കെയായാലും ഞാൻ വളർത്തു മകനല്ലേ. രണ്ടാം സ്ഥാനമല്ലേ എനിക്കുള്ളൂ. ആ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാം. ഇത്രയും നാൾ എനിക്ക് ഈ വീട്ടിൽ വിളമ്പിയ ചോറിന് നന്ദി കാണിക്കാനുള്ള ഒരു അവസരമായിട്ടേ ഞാനത് കാണുന്നുള്ളൂ. ഡാഡിയുടെ മകൻ എന്നും മാന്യനായി തന്നെ കഴിയട്ടെ. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഈ വിവാഹം നടക്കില്ല. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നീന ഇവിടെ വന്ന ഉദ്ദേശം നടക്കാത്തതുകൊണ്ടോ? ബോബി എനിക്കിഷ്ടമായിരുന്നു.
ഇപ്പോഴും ഇഷ്ടമാണ്. ഒരുപക്ഷെ പണ്ടത്തേക്കാൾ കൂടുതൽ. അന്ന് എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തം ബോബിയെ അറിയിക്കാനാണ് ഞാൻ റൂമിൽ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് അതിന് കാരണക്കാരനായ മനുഷ്യൻ ബോബി ആരാധിക്കുന്ന ബോബിയുടെ സഹോദരനാണ് എന്ന്. തളർന്നു പോയി ഞാൻ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. പിന്നീട് എന്റെ സഹോദരി മരിച്ചപ്പോ ഈ കുഞ്ഞൊരിക്കലും ബേബിച്ചായനൊരു ഉപദ്രവമാവരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അത് ഞാൻ പാലിക്കുമായിരുന്നു. പക്ഷേ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം? ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? ഞാൻ കാരണം ഇനി ആരും കൂടുതൽ വിഷമിക്കരുത്. ബേബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു ബന്ധത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ബോബിയെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ബോബിയെ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ പൊയ്ക്കോളാം, ആരെയും നോവിക്കാതെ. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു. ബോബി, എനിക്ക് പറയാനാവാത്ത കാര്യങ്ങൾ. നീ എന്നെ കൊരങ്ങ് കളിപ്പിക്കാനോടി? നിനക്കെന്താ എത്ര പറയാൻ വയ്യാത്ത രഹസ്യങ്ങൾ? നീ വല്ല എന്റെ ഭാര്യയാണെന്നോ? അതോ നീ ആരെങ്കിലും കൊന്നിട്ട് വരികയാണെന്നോ? അതോ അമേരിക്ക ആറ്റം ബോംബ് നിന്റെ തലയെ കെട്ടി വെച്ചിരിക്കുകയാണെന്നോ? അതോ നീ നിന്റെ അമ്മയെ കെട്ടിക്കാൻ നടക്കാണെന്നോ? എന്താ വെച്ചാ പറ. തുടങ്ങടി. അതോടെ ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. പറയടി, പറയാ.